ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടും നിങ്ങളോടുമുള്ള ഫീലിങ്സ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉള്ളവർ മാത്രം ഈ ഒരു റീഡിംഗ് കണ്ടാൽ മതി. കാരണം ഫോഴ്സ്ഫുള്ളി റെസൊണേറ്റ് ചെയ്യിപ്പിക്കാതെ ഇരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ട് കാണുന്നു. അതുപോലെ തന്നെ അവരുടെ ലൈഫിലാണെങ്കിലും ശരി, കരിയറിലാണെങ്കിലും ശരി, വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. അവരുടെ കറണ്ട് എനർജി ചെക്ക് ചെയ്യുമ്പോൾ അവരിപ്പോൾ ഒരു കർമ്മയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത്. നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കിട്ടിയത് കൊണ്ട് തന്നെ അത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം ഇതൊരു കർമ്മ കാർഡാണ്. അപ്പം എന്തായാലും ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഒരു കർമ്മയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലൈഫ് ലെസൺസ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളിവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നോക്കുന്നത്. അപ്പം ഈ ഒരു തേർഡ് പാർട്ടിയുടെ വലയത്തിൽ നിൽക്കുന്നതും ഈ ഒരു പേഴ്സണ് കിട്ടേണ്ട കർമ്മയായിരിക്കാം. അല്ലെ ഈ ഒരു പേഴ്സൺ അനുഭവിക്കേണ്ടതായിട്ടുള്ള കർമ്മയായിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് ആദ്യമേ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്. പ്ലീസ് ഗൈഡ് മീ. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോട് വളരെയധികം സ്നേഹമുള്ളതായിട്ട് കാണുന്നു. മേ ബി ആ ഒരു പേഴ്സണ് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും ഈ ഒരു തേർഡ് പാർട്ടിയോട്. അപ്പം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് കിങ് ഓഫ് കപ്സ് കിട്ടിയത് കൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മേ ബി ആ ഒരു പേഴ്സൻ്റെ ഫാമിലി ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു ഫാമിലിയോട് നിർവഹിക്കേണ്ടതായിട്ടുള്ള കടമ നിർവഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ഫാമിലി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് കാണുന്നു. മേ ബി നിങ്ങളുടെ പേഴ്സണ് ബ്രേസ്ലെറ്റ് ഒക്കെ ധരിക്കാനായിട്ട് ഇഷ്ടമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അബ്രോഡ് ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരു എനർജിയാണ്. കാരണം തേർഡ് പാർട്ടിയുടെ കൺട്രോളിലായിരിക്കാം കാര്യങ്ങൾ. മേ ബി തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫാമിലി ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു തേർഡ് പാർട്ടിയോട് നിർവഹിക്കേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സണെ വളരെയധികം കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തിനും ഏതിനും കുറച്ച് പൊസസീവായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം. അപ്പം എന്തിനും ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ അവിടെ പിടിച്ചു വെച്ചേക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പോലുമുള്ള ഫ്രീഡം ഉണ്ടായിരിക്കുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ വിട്ടുകളയാത്ത ഒരു എനർജിയാണ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടിക്ക് അറിയാമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത ഒരു എനർജിയാണ് കാണുന്നത്. കാരണം അവർ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. മറ്റാരും തൻ്റെ പേഴ്സണെ കൊണ്ടുപോകരുത് എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി വളരെയധികം പൊസസീവായിട്ടുള്ള ആളാണെന്ന് കാണുന്നുണ്ട്. അപ്പം ഈ ഒരു പേഴ്സണെ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ ആ ഒരു പേഴ്സണെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു തേർഡ് പാർട്ടി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ്
നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു എനർജിയാണ് കിട്ടുന്നത്. പക്ഷെ അവർ പല വഴികൾ ഇതിനോടകം തന്നെ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. എങ്ങനെ ഇതിൽ നിന്ന് ഞാൻ പുറത്തു കടക്കും എന്നുള്ള രീതിയിൽ പല വഴികൾ തേടുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഈ ഒരു വ്യക്തി നിങ്ങളെ പറ്റി തിരക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അവർക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല, സ്വന്തമായൊരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും എൻഡ് ചെയ്യിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ യാതൊരു സാറ്റിസ്ഫാക്ഷനും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. തേർഡ് പാർട്ടി സ്നേഹം വെച്ച് നീട്ടുന്നുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അതൊന്നും വേണ്ട. കാരണം അവർ നിങ്ങളെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തേർഡ് പാർട്ടി ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ടായിരിക്കാം, ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അതിലൊന്നും സന്തോഷിക്കാനായിട്ട് കഴിയുന്നില്ല. ആ ഒരു എനർജിയാണ്. ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് ഫാമിലി തന്നെയാണ്. നമുക്ക് 10 ഓഫ് കപ്സ് കിട്ടിയിരിക്കുന്നു. ഇത് ഫാമിലി തന്നെയാണ് ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെതിരായി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഫാമിലിയിൽ തന്നെ ഈ ഒരു പേഴ്സൺ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. ആ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കാനോ സ്വന്തമായൊരു ഡിസിഷൻ എടുക്കാനോ ഒന്നും സാധ്യമല്ല ഈ ഒരു സമയം. അതാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് ചെക്ക് ചെയ്യുന്നത്. Universe, please guide me. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങളെ വളരെയധികം വാല്യബിൾ ആയിട്ടാണ് കാണുന്നത്. അതായത് കാത്തിരുന്ന് കിട്ടിയ നിധി എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെ ആ ഒരു പേഴ്സണ് ഒരു ഫ്രീഡം ഇല്ലാത്ത ഒരു ലൈഫായിരിക്കാം ആ ഒരു പേഴ്സൺ എത്രയും നാൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങളെന്നുള്ള വ്യക്തിയെ പറ്റി ഓർക്കുന്ന സമയത്ത് ആ ഒരു പേഴ്സൺ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ടായിരിക്കാം. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആ ഒരു പേഴ്സൺ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പം ആ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം പ്രിഷ്യസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ അവരുടെ ഫീലിങ്സോ ഇമോഷൻസോ ഒന്നും ഇപ്പോൾ ആ ഒരു വ്യക്തി ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, അതായത് ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് മാനായിട്ട് കാണുന്നു. അപ്പം എന്തായാലും ആ ഒരു വ്യക്തി കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങളെ ആ ഒരു പേഴ്സൺ വളരെയധികം പ്രിഷ്യസ് ആയിട്ടുമാണ് കാണുന്നത്. അപ്പം ഫാമിലിയോട് നിർവഹിക്കേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും ഈ ഒരു പേഴ്സൺ. അപ്പം അതായത് ഈ ഫാമിലി എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണ് വീക്ക്നെസ് ആയിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഒരു ലീഡർഷിപ്പ് പൊസിഷനിലൊക്കെ ഇരിക്കുന്ന വ്യക്തി ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് മറ്റുള്ളവർ ആ ഒരു പേഴ്സണെ ആദരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ ഒരു പേഴ്സണെ ബഹുമാനിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. എന്തായാലും ഒരു ഹൈ പൊസിഷനിലിരിക്കുന്ന വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ആ ഒരു വ്യക്തി വളരെയധികം പ്രിഷ്യസ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. കാരണം നിങ്ങളായിരിക്കാം കൂടുതൽ എഫേർട്സ് ഇട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ പുറകെ ചേസ് ചെയ്ത് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് വിചാരിച്ചതുപോലെ ആ ഒരു പേഴ്സൺ അവൈലബിൾ ആവാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സമായി നിൽക്കുന്ന ആ ഒരു ഫാമിലി തന്നെയാണ്. അപ്പം ആ ഒരു പേഴ്സൻ്റെ സമയം, പൂർണ്ണമായിട്ടുള്ള സമയവും സ്നേഹവും ഒന്നും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തരാൻ കഴിയാത്തത് ആ ഒരു പേഴ്സണ് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പം എന്തായാലും ആ ഒരു പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് വരണം എന്നുള്ള കാര്യം ചിന്തിക്കുന്നത്, എങ്ങനെയും എസ്കേപ്പ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് വരണം എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ
നിങ്ങളുടെ പേഴ്സൺ ഒരു കർമ്മയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. മേ ബി ഈ ഒരു തേർഡ് പാർട്ടിയുടെ വലയത്തിൽ നിൽക്കുന്നതും ആ ഒരു പേഴ്സണ് അനുഭവിക്കേണ്ടതായിട്ടുള്ള കർമ്മയായിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഡെഡായി പോയ ഒരു അവസ്ഥയായിരിക്കാം ഉള്ളത്. അതായത് ഒരു അനക്കമില്ലാത്ത ഒരു സിറ്റുവേഷൻ, ഒരു അനക്കമില്ലാത്ത ഒരു അവസ്ഥ. അതായത് ആ ഒരു വ്യക്തി വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ് അനുഭവിക്കുന്നത്. സ്വന്തമായ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരുക്കമല്ല എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പം മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും കാണില്ല, അല്ലെ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ വളരെയധികം ഭയത്തോടു കൂടിയിട്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി വളരെയധികം സാണാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു വ്യക്തിക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ലാത്ത അവസ്ഥയാണ്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. മേ ബി നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടാവില്ല ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിമിത്തം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ സാഡാണ്. ആ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സാഡായിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ട് ആ ഒരു പേഴ്സൺ ഒരു പഴയതുപോലെ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം എന്തൊക്കെയാണെങ്കിലും അവർ രണ്ട് സിറ്റുവേഷനിലും വളരെയധികം സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അപ്പം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നിർവഹിക്കേണ്ടതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് ഈ ഒരു പേഴ്സണ്, ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു വ്യക്തിക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ എംപറർ കാർഡ് നമുക്ക് മുമ്പേയും കിട്ടിയിരുന്നു. ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഫാമിലി എന്ന് പറയുന്ന കാര്യം വളരെയധികം വീക്ക്നെസ് ആണെന്നാണ് കാണുന്നത്. ഫാമിലിയെ പൂർണ്ണമായിട്ടും വിട്ട് കളഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുക്കമല്ല എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ അത്രയധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷേ ഇവിടെ നിങ്ങളുടെ എനർജി നിങ്ങൾ സെൽഫ് ലവിലേക്കൊക്കെ മാറിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അല്ലെ ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ഇനി വേണ്ട എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു ആക്ഷനോ ഒരു ഡിസിഷനോ ഒന്നും ഇല്ലാതിരിക്കുന്നത് തന്നെയായിരിക്കാം, അല്ലെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ഇല്ലാതിരിക്കുന്നതിൻ്റെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയത്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നുണ്ട് അവരുടെ ലൈഫിൽ നടക്കുന്നത്. കാരണം നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ടൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടക്കാത്തത്. പക്ഷേ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാളത്തെ പരിചയം ഈ ഒരു പേഴ്സണോട് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരേ വർക്ക് പ്ലേസിലുള്ള ആളുകളായിരിക്കാം നിങ്ങൾ. അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം. എന്തായാലും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് സൺഗാനാണ് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് വരും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലോ, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്.
ഇനി നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള സോൾ മെസ്സേജാണ് നോക്കുന്നത്. അപ്പം എന്തായാലും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നോക്കുമ്പോൾ തേർഡ് പാർട്ടിയോട് ആ ഒരു പേഴ്സണ് നിർവഹിക്കേണ്ടതായിട്ടുള്ള കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കാരണം ആ ഒരു പേഴ്സൺ മാരീഡ് ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണ് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കടമകൾ ആ ഒരു പേഴ്സണുണ്ട്. അപ്പം ആ ഒരു കടമകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കാനോ ഒരു ഡിസിഷൻ എടുക്കാനോ ഒന്നും ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരുക്കമല്ല എന്നുള്ളതാണ് അവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നമ്മൾ നോക്കിയത്. നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ ആ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ വളരെയധികം പ്രഷ്യസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരവസ്ഥയാണ്. അതായത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ഇല്ലാത്തതും കൊണ്ടായിരിക്കാം. പക്ഷേ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഫീലിങ്സ് എല്ലാം എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജാണ് നോക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജ് നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് ഒരു പ്രതീക്ഷ ഉള്ളതായിട്ട് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് ഈ ഒരു പേഴ്സണൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും കാലം. അപ്പം എന്തായാലും എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ ഇത് എക്കാലവും നിലനിർത്തണം എന്നുള്ള തോന്നലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റിൽ അവരുടെ ലൈഫിൽ ഉണ്ടായ ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ്, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഒക്കെയാണ് ആ ഒരു വ്യക്തി ഓർത്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. പക്ഷേ ഇവിടെ ഡെവിൽ എനർജി കിട്ടിയത് കൊണ്ട് തന്നെ ആ ഒരു പേഴ്സണെ എന്തിനും ഏതിനും തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. വളരെയധികം ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടമായി പോകുമോ എന്നുള്ള ഭയവും അല്ലാതെ അലട്ടുന്നതായിട്ട് കാണുന്നു. കാരണം ഈ ഒരു തേർഡ് പാർട്ടി വളരെയധികം സ്ട്രോങ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ പൂർണ്ണമായി നഷ്ടമായി പോകുമോ എന്ന ഒരു ഡിസപ്പോയിൻമെൻറ്റ് എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു പേഴ്സൺ പാസ്റ്റിൽ തന്നെ സ്റ്റക്കാണ് എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്നുള്ള കാര്യത്തെപ്പറ്റി ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. കാരണം അവരുടെ വിഷ് എന്ന് പറഞ്ഞാൽ നിങ്ങളായിരിക്കാം. അപ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ആണ് വരുന്നത്. നമുക്ക് സൺ കാർഡ് ആണല്ലോ കിട്ടിയത്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എന്താണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ള ഗൈഡൻസ്? ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് എന്തെന്നാൽ നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം സങ്കടത്തിലാണ് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾക്ക് ആരോടും ഷെയർ ചെയ്യാനില്ലാതെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടായിരിക്കാം. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ സീക്രട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സങ്കടങ്ങളോ സ്ട്രെസ്സോ ഒന്നും നിങ്ങൾക്ക് മറ്റാരോടും ഷെയർ ചെയ്യാനുണ്ടാവില്ല. അപ്പം യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു കരഞ്ഞ് തളർന്ന സിറ്റുവേഷനിൽ ഇരിക്കേണ്ടവരല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ചിന്തകളാണ്. ആ ഒരു ചിന്തകളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ സോളിനെ നിങ്ങൾ ഹീല് ചെയ്യിക്കുക. ഇപ്പോൾ നിങ്ങളൊരു ആക്ഷൻ എടുക്കാനോ ഒന്നും പോകാതെ ഇരിക്കുക. കാരണം ഇപ്പോൾ നിങ്ങളൊരു ആക്ഷൻ എടുക്കാനും ഒരു ഡിസിഷൻ എടുക്കാനും നിങ്ങളിപ്പോൾ മുതിരരുത്. കാരണം മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന സമയത്ത് നമ്മളൊരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ സോളിന് വേണ്ടത് ഇപ്പോൾ റെസ്റ്റാണ് ആവശ്യം. അപ്പം നിങ്ങളുടെ സോളിനെ ഹീല് ചെയ്യിക്കുക.
ഒരു കാർഡോട് നോക്കാം. ഇവിടെ കിട്ടിയിരിക്കുന്ന 2 ഓഫ് കപ്സ് ആണ്. ഇവിടെ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്നാൽ നിങ്ങൾ ഒരുപാട് എഫേർട്സ് ഇടുന്നവരാണ്, അല്ലെങ്കിൽ ഒരുപാട് എഫേർട്സ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അത് മേ ബി ഈ ഒരു പേഴ്സണുമായിട്ടുള്ള സ്പിരിച്വൽ യൂണിയൻ ആയിരിക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം അതിനൊരു ഗ്രോത്ത് കിട്ടുന്നില്ല, റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് വളരെ ക്ഷമയോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നുള്ളത് തന്നെയാണ്.